നമസ്കാരം, മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരുള്ള തേക്ക് മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാലത്ത് 10 മണി മുതൽ വൈകുന്നേരം 4:30 വരെയാണ് പ്രവേശന സമയം. 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. തിങ്കളാഴ്ച അവധിയാണ്. തിങ്കളാഴ്ച ഒഴികെ ആഴ്ചയിലെ 6 ദിവസങ്ങളിലും വർക്കിംഗ് ഡേ ആണ്. തിങ്കളാഴ്ച ഹോളിഡേ ആണ്. തേക്കിൻ്റെ ചരിത്രപരമായ അടയാളങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ 1995 തേക്ക് മ്യൂസിയം ആരംഭിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ തേക്ക് മ്യൂസിയമാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ടൗണിൽ നിന്നും ഊട്ടി റോഡിലൂടെ ഏകദേശം 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്കും നിലമ്പൂരാണ് ഉള്ളത്. നമ്മളാ കടന്ന് വരുന്ന വഴിക്ക് ഒരു സ്റ്റാച്ചു ഉണ്ട്, പിന്നെ ഒരു വാട്ടർഫാൾസ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ തേക്ക് കൊണ്ടുണ്ടാക്കിയ പല പല ഉപകരണങ്ങൾ, അതുപോലെ ശില്പങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത്. തേക്കുമായി ബന്ധപ്പെട്ട ചരിത്രം, ആവാസ വ്യവസ്ഥ, തേക്കിൻ്റെ ഉപയോഗങ്ങൾ, അതുപോലെ അതിൻ്റെ പഠനങ്ങൾ തുടങ്ങിയ അനേകം വിഷയങ്ങളിലുള്ള ചാർട്ടുകൾ, ചിത്രങ്ങൾ, ദൃശ്യ സംവിധാനങ്ങൾ ഒക്കെ നമ്മുടെ ഈ ഒരു കൊച്ചു മ്യൂസിയത്തിലുണ്ട്. കൂടാതെ തേക്ക് കൊണ്ട് തീർത്ത ശില്പങ്ങൾ ഇവിടെ കാണാം. തേക്കുകളെ പറ്റിയുള്ള കലാപരവും ശാസ്ത്രപരവും ചരിത്രപരമായ വിവരങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് കാണാം. ഏകദേശം 450 വർഷം പഴക്കമുള്ള തേക്ക് മരത്തിൻ്റെ ചുവടുഭാഗം ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് തേക്ക് കൊണ്ടുണ്ടാക്കിയ ഒരു താഴികക്കുടം. ഇതിൻ്റെ കൊത്തുപണികളും ഇതിൻ്റെ വർക്കുകളും ഒക്കെ വളരെ മനോഹരമാണ്. ഇതിൻ്റെ ഉൾഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ താഴികക്കുടത്തിൻ്റെ. അതുപോലെ തന്നെ പഴയ കാലത്ത് കൃഷിക്കായിട്ട് ഉപയോഗിച്ചിരുന്ന കാർഷിക ഉപകരണങ്ങളുടെ ഒരു ശേഖരം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ തേക്കിൻ തോപ്പിൽ ഉണ്ടാവുന്ന ചില ഷഡ്പദങ്ങൾ, അതുപോലെ തേക്കിൻ്റെ മുകളിൽ തേക്കിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ചില ഷഡ്പദങ്ങൾ, ചില ചിത്രശലഭങ്ങൾ, അവയൊക്കെ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്നത് തേക്കിൻ്റെ സീഡാണ്. ഇത്ര വലിപ്പം ഉണ്ടാവില്ല, അതിൻ്റെ ഒരു മോഡൽ അവർ ഉണ്ടാക്കി വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് ഇവിടെ വളരെ മനോഹരമായിട്ട്. അതുപോലെ തന്നെ തേക്ക് പ്ലാന്റേഷൻ്റെ പെയിൻറ്റിങ്ങുകൾ, ഇത് പലതരത്തിലുള്ള സീഡുകൾ, അതൊക്കെ ഇവരിവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ തൊട്ട് താഴെ തേക്ക് തടികൾ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് ആളുകൾ സെൽഫി എടുക്കാനൊക്കെ പറ്റിയ ഒരു നല്ലൊരു സെറ്റപ്പ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 450 വർഷം പഴക്കമുള്ള തേക്ക് മരത്തിൻ്റെ ചുവട് ഭാഗമാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഗാർഡനാണ്. 1840 ബ്രിട്ടീഷുകാർ ലോകത്ത് തന്നെ ആദ്യമായിട്ട് നിലമ്പൂർ കാനോലി പ്ലോട്ട് എന്ന തേക്ക് പ്ലാന്റേഷൻ ആരംഭിക്കുന്നത്. ഇവിടെയുള്ള ഈ ഗാർഡന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് പല പല സെഗ്മെൻറ്റുകളാക്കിയിട്ട് തിരിച്ചിട്ട് ഓർക്കിഡുകൾക്കൊരു ഗാർഡൻ, ബട്ടർഫ്ലൈ ഗാർഡൻ, പിന്നെ കള്ളിമുൾ ചെടികൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഗാർഡൻ, അങ്ങനെ പല ഭാഗങ്ങളായിട്ടാണ്. ഇതിനൊത്ത നടുക്ക് ഒരു വലിയ വാച്ച് ടവറുണ്ട്. വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയ്ക്കും അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഫാമിലീസ്, കുട്ടികൾ ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു, ഇവിടുത്തെ ഈ പുൽത്തകിടി തന്നെ കാണാൻ എന്ത് ഭംഗിയാണ്. പല പല രൂപത്തിലും ഭാവത്തിലും പല ഷേപ്പിലൊക്കെ വെട്ടി നിർത്തിയിട്ടുണ്ട് പുല്ല്. അത് വളരെ ഭംഗിയിൽ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ അതിനുള്ള സ്റ്റാഫുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും.
അപ്പം ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ ഒരു പുലി നിൽക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കുട്ടികൾക്ക് നല്ലൊരു കൗതുകം ഉണർത്തുന്ന കാഴ്ച തന്നെയാണ്. ഇതിലൂടെ നമുക്ക് നടക്കാൻ ഒരു വാക്വേ പോലെയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഗാർഡന്റെ നടുക്കൂടെ. അതുപോലെ ഒരു താമരക്കുളം ഉണ്ട്, മനോഹരമായിട്ടുള്ളൊരു താമരക്കുളം. ഗാർഡനുകളെ തന്നെ ഉണ്ടല്ലോ പല പല സെക്ഷനായി തിരിച്ചിട്ട് ഓരോന്നിനും പ്രത്യേകം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സെപ്പറേറ്റ് ചെറിയ ചെറിയ ഗാർഡനുകൾ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ ഒരു ഗാർഡൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ നല്ല മുളങ്കാടുകളും വരുന്നുണ്ട് കേട്ടോ. ഈറ്റക്കാടും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വാച്ച് ടവർ എന്ന് പറയുന്നത്. വാച്ച് ടവറിൽ നമ്മുടെ കുട്ടികൾ കയറുമ്പോൾ ശ്രദ്ധിക്കണം, മുതിർന്നവരുടെ ഒരു മേൽനോട്ടം ഉണ്ടായിരിക്കണം. അതുപോലെ ഈ കാണുന്നതാണ് ഹെർബൽ ഗാർഡൻ. പല ഔഷധ സസ്യങ്ങളും ഇതിനകത്തുണ്ട്. പിന്നെ ജസ്റ്റ് വീണ്ടും ഒരു വാക്വേ, അതിനോട് ചേർന്ന് തന്നെ ഇതുപോലൊരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ ഒരു ഏരിയ കൂടിയാണ് ഇത്. അതിന് അഡീഷണൽ ചാർജസ് ഉണ്ട്. അത് പേ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയിൽ ഫോട്ടോസ് ഷൂട്ട് ചെയ്യാം. അപ്പോൾ മനോഹരമായ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.